ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ്. മീറ്റിൻ വർഗീസ്. ഡിമോൾട്ടി കോളനി എന്ന് പറയുന്ന ചലച്ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ ഡിമോൾട്ടി കോളനി സെക്കൻഡ് എന്ന് പറയുന്ന ചലച്ചിത്രം ഞാൻ ചലച്ചിത്രം OTT-യിലൂടെ കണ്ടു. ഇന്നലെയായിരുന്നു റിലീസായത്. തമിഴിന് പുറമെ തെലുങ്കിലും അവൈലബിളാണ്. ഞാൻ തമിഴ് ആദ്യമായിട്ട് ഒരു നല്ലൊരു തമിഴ് കണ്ട് പേടിക്കുക, അതും പകൽ സമയത്ത് കണ്ട് പേടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിമോൾട്ടി കോളനിയാണ്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്നല്ല, ആ കാസ്റ്റിനകത്ത് അഭിനയിച്ച് മരിക്കുകയായിരുന്നു. അവർ നമ്മൾ ഉള്ളിൽ തന്നെ ആണെന്ന് തോന്നിക്കും. ഓക്കെ, ഡിമോൾട്ടി കോളനി ഓൾറെഡി എല്ലാവരും കണ്ടു കാണുമായിരിക്കാം. കാണാത്തവർക്ക് വേണ്ടി വീണ്ടും ഞാൻ സജഷൻ ചെയ്യുന്നു, പറ്റുമെങ്കിൽ ആ ചലച്ചിത്രം ഒന്ന് പോയി കാണുക. പിന്നെ എനിക്ക് രണ്ടാമത് പറയാനുള്ള ഇതിൻ്റെ സീക്വലായിട്ട് വന്നിട്ടുള്ള ഭാഗം, അത് എൻ്റെ സീക്വൽ തന്നെയാണെന്ന് പറയാം. എവിടെ നിന്ന് അവസാനിച്ചോ അവിടെ നിന്നാണ് ഈ ചിത്രത്തിൻ്റെ തുടക്കം എന്ന് പറയാമെങ്കിലും അത് എന്തുകൊണ്ട് തുടങ്ങുന്നു, 2022 അല്ല ഈ ടൈം വരെ എങ്ങനെ പോയി കാര്യങ്ങളൊക്കെ. പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞു വരുന്ന എന്തെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു 3-ാം ഭാഗം കൂടെ അവർ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഏകദേശം 10-20 കോടിക്ക് അടുത്തെങ്ങാണ്ട്. ഒരു തമിഴ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ചുമ്മാ അനാവശ്യമായിട്ട് കൊണ്ടുവന്നിട്ട് VFX കാര്യങ്ങളും ഒക്കെ അവർ കളയുവാണ്. ഏകദേശം ചുമ്മാ നല്ല. എന്നാലും ഇതിനാണ് വെറും 20 കോടി ആയിട്ടുള്ളൂ. ആഗോളതലത്തിൽ തന്നെ ഇതിന് 85 കോടിക്ക് അടുത്തെങ്ങാണ്ട് കിട്ടി. എന്നെ സംബന്ധിച്ച് ഈ തമിഴ് സിനിമകളൊന്നും അധികം കാണുന്നതെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പ്രിപ്പറേഷൻ ചെയ്തിട്ട് ഞാൻ കാണുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഡിമോൾട്ടി കോളനി ഞാൻ കണ്ടു, എൻ്റെ പൊന്നോ. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്കത് പറ്റിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അധികം തിയേറ്റർ ഇവിടെ അടുത്തെങ്ങും അധികം തിയേറ്റർ വന്നില്ല. അന്ന് എനിക്ക് തോന്നുന്നു തങ്കലാനും വേറെ എന്തോ കുറെ കൂടിയ പടങ്ങളുണ്ടായിരുന്നു, അതൊക്കെയായിരുന്നു റിലീസായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഡിമ്മായിപ്പോയി. എന്നാലും എനിക്കത് കാണണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പം OTT ഇരുന്ന് കണ്ടപ്പം എൻ്റെ ടി വിയിലിരുന്ന് കണ്ടപ്പം എൻ്റെ പൊന്നും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണും. ഏറ്റവും അവസാനം എന്തുകൊണ്ട് എൻ്റെ സാധാരണ ഒരു സിനിമയുടെ സീക്വൽ എടുത്ത് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരേണ്ടതാണ്. ഇതിന് മിസ്റ്റേക്ക് വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നു, ആ ഒരു രീതിയാണ് രസകരം. ഒന്നും പറയാനില്ല. എനിവേ, താങ്ക്സ്. ഇതിൻ്റെ 3-ാം ഭാഗത്തിന് വേണ്ടി വെയിറ്റിംഗ്.